റോയ് ചായ അതിദാരിദ്ര്യ മുക്ത കേരളം വലിയ ആഘോഷമാക്കുകയാണ് സർക്കാർ. അതിന് കോടികളും ചെലവഴിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് മാത്രം ആഘോഷിക്കാനുണ്ടോ ഈ സംഭവം? അല്ല, ദാരിദ്ര്യത്തെ ആഘോഷമാക്കിക്കൊണ്ട് ഉള്ള പരിപാടികളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രഭാതത്തിൽ ഇറങ്ങിയ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലെയും ഒന്നാം പേജിലെ പരസ്യം, ഫുൾ പേജ് പരസ്യം, അതിന് മാത്രം ഏതാണ്ട് ഒരു 10 കോടി രൂപയോളം ചിലവാക്കുന്നു. അപ്പോൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള ചിലവ് 1.5 കോടി രൂപ. ഇങ്ങനെ കോടികൾ ചിലവഴിച്ച് നടക്കുമ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഈ യോഗം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ഏതാണ്ട് 4-4.5 കിലോമീറ്റർ അപ്പുറത്ത് മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, 87 വയസ്സുകായ സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ മാതാവ് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ, പാർപ്പിടമില്ലാതെ, ധരിക്കാൻ വസ്ത്രമില്ലാതെ അവിടെ കിടന്ന് മരിച്ചു എന്നൊരു വാർത്ത. അവരെ ഒടുവിൽ അവിടുത്തെ ആശാവർക്കർമാർ കൗൺസിലറും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്ക് ആ പാവപ്പെട്ട അമ്മ മരിച്ചുപോയി. ഇത് ഒരു വശത്ത് ഇങ്ങനെ ഈ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് ഈ തിരുവനന്തപുരം പട്ടണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വാണരുളുന്ന സ്ഥലത്താണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിദാരിദ്ര്യമുക്തം എന്നൊക്കെ പറയുന്ന കടലാസിലും പേപ്പറിലും പറയാനേ കഴിയൂ. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ ഇതുവരെയുള്ള ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. ഈ ശ്രമം നല്ല കാര്യം തന്നെ, അതിനകത്തൊരു തർക്കവുമില്ല. പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ലോകം എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്ത് മാവേലി നാട് വാണിടുംകാലം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സങ്കല്പ ലോകമാണ്. അതിനുവേണ്ടിയുള്ള സർക്കാർ ശ്രമിക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഏത് സർക്കാർ ചെയ്യുന്നതും നല്ല കാര്യം തന്നെ. പിണറായി വിജയൻ്റെ സർക്കാർ അതിനുവേണ്ടിയുള്ള ശ്രമത്തെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ ചോദിച്ചതിന് വേണ്ടി നിൽക്കുകയാണ്. അതായത് ഞാനതാ പറഞ്ഞത്, സരസ്വതി അമ്മയുടെ മരണം, അവരുടെ ആ മരണത്തിന് ആരാണ് ഉത്തരവാദി? ഈ സർക്കാരാണ്, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരാണ്. അത് നമുക്ക് നിവർത്തി കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ എന്നിട്ട് ഈ ആഘോഷം നടത്തി ഈ വലിയ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ വലിയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതായത് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ ഇന്ത്യയിലെ ഏക സംസ്ഥാനമെന്നും എന്നൊക്കെയുള്ള കൊട്ടിഘോഷിക്കുന്നുണ്ട്. കൊട്ടിഘോഷിക്കലല്ല സംഭവം. യാഥാർത്ഥ്യം ഇപ്പോഴും ഈ സെപ്റ്റംബർ 30-ാം തീയതി നടന്ന നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ കൊടുത്ത മറുപടിയിൽ എന്തുവാണ്? സർക്കാർ കൊടുത്ത മറുപടിയിൽ പറയുന്നത് 4 ലക്ഷം പേര് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെന്നാണ്. ഇത്ര പെട്ടെന്ന് അങ്ങ് തീർന്നു, 64,000 പേരായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അപ്പം വസ്തുത എവിടെ? യാഥാർത്ഥ്യം എവിടെ? പറയുന്ന ഈ PR ഓപ്പറേഷൻ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ മാർഗമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഈ ദാരിദ്ര്യത്തിൻ്റെ ഈ നിർവചനങ്ങൾക്കുള്ളിൽ വരുന്ന ധാരാളം പേരുണ്ട്. അതൊരു വസ്തുതയാണ്. ഇതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ നിഷേധിക്കാനാവത്തില്ല. കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിനകത്ത് ഒരു സർക്കാർ അത് ചെയ്യാനുള്ള ശ്രമം. പക്ഷേ അതിനു മുമ്പേ നിങ്ങൾ കയറി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന, റോഡിൻ്റെ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന, വീടുണ്ടായിട്ടും പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്. കാരണം തൊഴിലില്ലാത്തവർ, വൃദ്ധരായ മാതാപിതാക്കൾ, അവരെ നോക്കാൻ ആളില്ലാത്തവർ എല്ലാം കിടക്കുകയാണ്. അതിപ്പോഴും ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രതിപക്ഷം പറയുന്നത് വെറും അസൂയ പറച്ചിലല്ല, അതിലേക്ക് കഴമ്പുണ്ടെന്നുള്ളതാണ് കണക്കുകളിൽ. സരസ്വതി അമ്മയെ കുറിച്ച് ഇന്നത്തെ പത്രവാർത്തയ്ക്കകത്ത് 2 വരി വായിക്കാം. ഒറ്റമുറി ഷെഡിൽ ഭക്ഷണവും ഉടുതുണിയും ഇല്ലാതെ കഴിയുകയായിരുന്നു സരസ്വതിയുടെ മകൾ സുധയുടെയും അവരുടെ 2 പെൺമക്കളുടെയും ദുരിതകഥ. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വന്നതിനെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് കല്ലടി മുക്കത്ത് കോർപ്പറേഷൻ ഫ്ലാറ്റ് അനുവദിച്ചത്. ഈ അമ്മയുടെ ഒരു മകളുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൊട്ടിഘോഷിച്ച് ഇത് പറയുന്നത്? പിന്നെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു കാര്യം ഇന്ന് സർക്കാർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരിപാടി നടത്താൻ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ അനുവദിച്ചിരിക്കുന്ന, ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 52.8 കോടി രൂപയിൽ നിന്ന് അത് അനുവദിച്ച തുകയായിരുന്നു. അതിനുശേഷം ആ തുക വീണ്ടും സർക്കാർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് 51.30 കോടിയാണ്. അതിൽ നിന്ന് 1.5 കോടി രൂപ എടുത്താണ് ഈ മാമാങ്കം ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ പിന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു കാര്യം നടത്തുമ്പോഴാണ്
നിങ്ങൾ ഇത്രയും പണം മുടക്കുകയാണ്. ഇതിന് പുറമെയാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ പത്രങ്ങൾക്ക് ഇന്ന് കൊടുത്ത പരസ്യം, വർത്തമാന പത്രങ്ങൾക്ക് കൊടുത്ത പരസ്യത്തിന് പുറമെ ഓൺലൈനിലുള്ള പരസ്യങ്ങളുണ്ട്, പോർട്ടലുകൾക്ക് കൊടുത്ത പരസ്യമുണ്ട്, ചാനലുകൾക്ക് കൊടുത്ത പരസ്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഈ മൊത്തം തുക കണക്കാക്കുമ്പോൾ ഏതാണ്ട് 10-15 കോടി രൂപയാണ് ഈ ആഘോഷത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നത്? മനുഷ്യൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് മാർഗ്ഗമില്ലാതെ സരസ്വതി അമ്മ എന്ന് പറയുന്ന 87-കാരിയായ അമ്മ മരിച്ച ദിവസം അവരുടെ അടങ്ങുന്നതിന് മുമ്പാണ് ഈ മാമാങ്കം ഇവിടെ ഇത്രയും നടത്തുന്നത്. അപ്പോൾ ഇതെവിടെയാണ് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നത്? നിങ്ങൾ സെപ്റ്റംബർ 30 കൊടുത്ത നിയമസഭാ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം പേര് അതിദരിദ്രരായ ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ പരിശ്രമ ഫലമായിട്ട് അത് 56,000 പേരിലേക്ക് ചുരുക്കി ദാരിദ്ര്യം മൊത്തം തുടച്ചു നീക്കി എന്ന് പറയുന്നു. ഇതെവിടെയാണ് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നത്? ഇവിടെ തന്നെ റേഷൻ വാങ്ങിക്കാൻ പണമില്ലാത്ത, ആഹാരം കഴിക്കാൻ മാർഗ്ഗമില്ലാത്ത ഒരു വലിയൊരു ജനസംഖ്യയുണ്ട്. അതൊരു സത്യമാണ്. ആ സത്യം നമ്മൾ നിഷേധിച്ചിട്ട് കാര്യം. 2-3 വർഷം മുമ്പാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് തിരുവനന്തപുരത്ത് ഉപ്പിടാമൂട് പാലത്തിനടിയിൽ ഒരു അമ്മയും 4 മക്കളും ഇല്ലേ, മാധ്യമങ്ങളിൽ വന്ന വലിയ വാർത്തയായിരുന്നു. അവർ മണ്ണ് കഴിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത വന്നു. തിരുവനന്തപുരത്തെ ഭരണകൂടത്തിൻ്റെ മൂക്കിന് താഴെ നടന്ന സംഭവമാണ്. അപ്പോൾ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പട്ടിണി തുടച്ചു നീക്കി നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചാൽ തീരുന്നതാണ്. മമ്മൂട്ടി വന്ന് പ്രഖ്യാപിച്ചാൽ കേരളത്തിലെ പട്ടിണി തീരുമോ? നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം പേരുണ്ട്. ഇത് ഒരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ട് മാത്രമാണ്. കാരണം ഈ ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ തന്നെ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്നാണോ കരുതേണ്ടത്? അല്ല, ഈ എല്ലാ സർക്കാരുകളും ഇപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പാണല്ലോ മോദി സർക്കാർ ഇവിടെ നാട്ടിൽ വെളിയിട വിസർജ്ജന കേന്ദ്രം ഇല്ല എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തി. എവിടെ നടന്നു? ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കക്കൂസ് ഇല്ലാത്ത ആൾക്കാർ ധാരാളം പേരുണ്ട്. റെയിൽവേ ട്രാക്കുകളിലും മറ്റിടത്തും വന്നിരുന്ന് അവരെ വിളിക്കിറങ്ങിയിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇല്ലേ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങളൊരു പരസ്യം കൊടുത്തിട്ട് അവസാനിച്ചു പോകുന്ന കാര്യങ്ങളല്ല. ഇതിനു വേണ്ടിയുള്ള ശ്രമം വേണം. അത് സർക്കാർ ചെയ്യുന്ന ശ്രമത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അത് ഒന്നും ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അവിടെ അല്ല. നിങ്ങൾ ഈ കൊട്ടിഘോഷിച്ച് മാമാങ്കം നടത്തിയത് കൊണ്ട് തീരുന്നതല്ല കേരളത്തിലെ പട്ടിണി എന്ന് പറയുന്നത്. ഇല്ലേ, ഇപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ പിള്ളേർക്ക് ബിരിയാണി കൊടുക്കുന്നു. എവിടെയാണ് ബിരിയാണി കൊടുക്കുന്നത്? ബിരിയാണി കൊടുക്കാൻ പൈസ ഇല്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം ബിരിയാണി കൊടുക്കുന്നു. എവിടെ ബിരിയാണി കൊടുക്കാൻ പണമില്ല എന്ന് അംഗൻവാടി അധ്യാപകരും സ്കൂൾ അധ്യാപകരും പ്രഥമാധ്യാപകരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണമില്ല, ഇത് വെറുതെ പ്രചരണത്തിന് വേണ്ടി ഇതൊക്കെ പറയാം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസമാണ്, നമ്മൾ മറക്കാൻ പറ്റുമോ, ആദിവാസി ഊരിൽപ്പെട്ട ഒരു അമ്മ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്നതിനിടയിൽ അവരുടെ കുഞ്ഞ് മരിച്ചത് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കാണ് അറിയുന്നത്. എന്താണ്? ആ സ്ത്രീ 3 ദിവസമായി ഭക്ഷണം കഴിക്കാതിരുന്ന സംഭവമാണ്. ഇല്ലേ, ഇത് നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം നടക്കുന്നത്. സരസ്വതി അമ്മയുടെ മരണം ഇന്ന് എവിടെയോ ആ മരണം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുജനം അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആരും അറിയപ്പെടാതെ പോകുന്ന അഭിമാനബോധം കൊണ്ട് പലരും പറയാതിരിക്കുന്നവരുണ്ട്. ദിവസം കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയുണ്ട്. വീടുകളിലെ പണിയില്ലാത്തവരുടെ വീടുകളിലെ അവസ്ഥയുണ്ട്. ഇതെല്ലാം നിൽക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറഞ്ഞാൽ പരസ്യം പെടുത്താൻ പറ്റും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അപ്പോൾ പ്രതിപക്ഷം പറയുന്നതിനകത്ത് അവർ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ഈ സർക്കാർ കൊടുത്ത രേഖ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നും ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത്. അതിനകത്ത് വസ്തുതയുണ്ടെന്ന് ജനങ്ങളും അംഗീകരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്റ്റണ്ടായിട്ട് പറയാം. പക്ഷേ അത് എത്ര കണ്ട് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ആഘോഷപൂർവ്വം ഒരു വാർഡിൽ നിന്ന് 100 പേരെ വെച്ച് ഇറക്കാൻ വേണ്ടി അതിനും പൈസ ചിലവാണ്. പഞ്ചായത്തിൽ നിന്ന് പണം കണ്ടെത്തി, അല്ലെ വാർഡിൽ നിന്ന് കോർപ്പറേഷനിൽ നിന്ന് പണം കണ്ടെത്തി അവരെ കൊണ്ടുവരുത്താനാണ് പറഞ്ഞത്. ഒരാൾക്ക് 30 രൂപ വെച്ച് ചിലവാക്കി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ, ഇത് മാത്രം ഏതെല്ലാം ഹെഡിലൂടെയാണ് പൈസ ചിലവാക്കുന്നത്? പൈസ ഇത്രയും പണം ചിലവാക്കാൻ ഉള്ള പണം ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ആഘോഷങ്ങൾക്ക് പണമുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ വിശപ്പടക്കാൻ പണമില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇപ്പം ഇത് കൂട്ടിക്കൊടുത്തു. എവിടെ? ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തു. ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തത് ഇന്ന് എവിടുന്നാണ്? സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്താണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് കണ്ടിടാൻ ഇതൊക്കെ നടക്കും. നാളെ സഹകരണ ബാങ്കുകൾക്ക് പണം തിരിച്ചടയ്ക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, സഹകരണ ബാങ്കുകളെക്കുറിച്ചുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് ഈ സർക്കാർ എടുത്ത പണം സമയത്ത് തിരിച്ചടയ്ക്കാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ മാമാങ്കത്തെക്കുറിച്ച് പറഞ്ഞ് വികാരം കൊള്ളുന്നത്. അല്ലേ, നമ്മൾ കോവിഡ് കാലത്ത് കണ്ട ഒരു കഥ എന്തായിരുന്നു? കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പിടിച്ചു കെട്ടിയ സംസ്ഥാനം എന്ന് പറഞ്ഞു. പിന്നീടാണ് യാഥാർത്ഥ്യം അറിയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2ാമത്തെ മരണം നടന്ന
ഒരു സ്റ്റേറ്റ് കേരളമായിരുന്നു. ഈ പറഞ്ഞു കഴിച്ച ഈ PR ഓപ്പറേഷനിലൂടെ പറഞ്ഞതൊന്നുമല്ല കഥ. BBC പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നിട്ട് ഈ കേരളം പറയുന്ന ക്ലെയിം ശുദ്ധ തട്ടിപ്പാണെന്ന് തന്നെ പറഞ്ഞ് ഒടുവിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു ഇല്ലേ. മരണനിരക്ക് നമ്മൾ മറച്ചു വെക്കുകയും പിന്നെ 25,000-ലധികം മരണനിരക്ക് നമ്മൾ മറച്ചു വെച്ചതിൻ്റെ കഥകൾ പിന്നീട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഏതായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം തേടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരും, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് തിരക്കി ഇറങ്ങും, പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും. ഈ ക്ലെയിം ശരിയാണോ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണം പല ഭാഗത്തും നടക്കും. അപ്പോൾ സർക്കാർ എന്ത് പറയുമെന്നുള്ളതാണ്. ഇത് ഒടുവിൽ എന്തായിരുന്നു നമ്മൾ കണ്ട കോവിഡിൻ്റെ ഈ മരണ തട്ടിപ്പ് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയും പിന്നെ ആരോഗ്യമന്ത്രിയും തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അതായിരുന്നു യാഥാർത്ഥ്യം. ഈ പറഞ്ഞ് പരത്തിയ PR ഓപ്പറേഷൻ കഥകളെല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നുള്ളത് പിന്നീട് അറിഞ്ഞു. നമ്മൾ ഈ കോൺഗ്രസ് ഇത് തെറ്റാണെന്ന് പറയുമ്പോഴും നമ്മൾ BJPയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും കൗതുകം. ഇതെല്ലാം മോദി സർക്കാരിന്റെ നേട്ടമാണ്, കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി, അത് മോദി സർക്കാരിന്റെ നേട്ടമാണെന്നാണ് BJP പറയുന്നത്. വേറൊരു അളവിൽ ഈ അലയൻസിൻ്റെ ഒരു നേട്ടമായിട്ടാണ് പറയുന്നത്. മോദി സർക്കാരിൻ്റെ നേട്ടമല്ല ഞങ്ങളുടെ സർക്കാരിൻ്റെ നേട്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ഇവരും പറയുന്നില്ല. കേന്ദ്ര ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരത് പറയുന്നത്. പിന്നെ ഏതും മോദിയുടെ നേട്ടമാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് BJPയുടെ സ്വസിദ്ധമായ ഒരു സ്വഭാവമായതുകൊണ്ട് അതിനെ അത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഞാനതാ പറഞ്ഞത്, കോവിഡിൻ്റെ സമയത്ത് കാണിച്ച PR ഓപ്പറേഷൻ അന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ കോവിഡിനെ ഏറ്റവും പിടിച്ചു കെട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും മികച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ആഘോഷം നടന്നു. പക്ഷേ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. ആൾക്കാർ മരിച്ചു വീഴുകയായിരുന്നു. കാരണം ഈ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മരണം നടന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. മറച്ചു വെച്ച കണക്കുകൾ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അതേപോലെ ഒരു കഥയാണ് ഇതും. ഇത് വരും ദിവസങ്ങളിൽ അറിയാം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും. ജനങ്ങൾ പുറത്തിറങ്ങി അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ കഥകൾ വരും. ഇതിനകത്ത് ഒരു കാര്യം ഇപ്പോഴും സർക്കാർ പറയുന്നില്ല, എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ആ ചോദ്യങ്ങൾക്ക് സർക്കാർ തൃപ്തികരമായ ഒരു മറുപടിയും പറയുന്നില്ല. കാടയിലും പടപ്പയിലും തട്ടിയുള്ള ചില തട്ടിക്കൂട്ട് മറുപടികളല്ലാതെ വസ്തുത ഞങ്ങൾ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ അതിൻ്റെ ആൾക്കാരെ 64,000 പേരെ എങ്ങനെ കണ്ടെത്തി, എന്തൊക്കെ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഞങ്ങൾ തിരഞ്ഞെടുത്ത്, ആ കാര്യം മിണ്ടുന്നേയില്ല. നിങ്ങൾ സരസ്വതി അമ്മയെപ്പോലുള്ള ആൾക്കാർ അപ്പുറത്ത് മരിച്ചു വീഴുന്നതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. ദാരിദ്ര്യമുക്ത ഭാഗമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് സർക്കാർ എന്ത് മറുപടി പറയും? ഈ കോർപ്പറേഷനകത്താണ്, സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഭരണകൂടം നിൽക്കുന്ന ഈ കോർപ്പറേഷൻ്റെ മുട്ടത്തറ വാർഡിലാണ് ഈ 87-കാരിയായ സരസ്വതി അമ്മ എന്ന് പറയുന്ന മാതാവ് ഭക്ഷണമില്ലാതെ, ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ, പാർപ്പിടമില്ലാതെ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിദാരിദ്ര്യമുക്ത. പാർപ്പിടം, ഭക്ഷണം, ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സമ്പൂർണ്ണമായ ഒരു കാര്യത്തിനാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പറയുന്നത്. അങ്ങനെ മുക്തമായിട്ടുണ്ടോ? അപ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് തട്ടിക്കൂട്ട് പരിപാടിയാവരുത്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലും മനുഷ്യൻ്റെ ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് തന്നെ വേണം അത് പറയാൻ. അത് നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്.